സലീം കുമാറും ജഗദീഷും മാത്രമല്ല ജയറാം, പൃഥ്വിരാജ്, ബിജു മേനോൻ, ശ്രീനിവാസൻ, ശ്രീലത, ഒരുപാട് പേര് വന്നിട്ടില്ല. അത് തന്നെയാണ് ഞാനും നിങ്ങളോട് ചോദിക്കുന്നത്. അവരൊക്കെ ഷൂട്ടിങ്ങിലും കാര്യങ്ങളാണ്. നമ്മളെ വിളിച്ച് ഒക്കെ പറഞ്ഞതാണ് കാലത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തർക്കമുണ്ടായിരുന്നല്ലോ. അന്ന് സലികുമാർ തന്നെ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ച് പറഞ്ഞാണ്. അത് ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞത് ഈ സമയത്ത് ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. ഇല്ല, ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കാലത്ത് അദ്ദേഹം വിളിക്കൂ. ഇന്ന് വിളിച്ചിരുന്നു, വരാൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞത് അല്ലേ, കുറച്ച് ദിവസം അദ്ദേഹത്തിന് അറിയാലോ, ഒരു വലിയ ഓപ്പറേഷൻ. അപ്പോൾ എയർ കണ്ടീഷൻ റൂമിലിരിക്കുക, അവിടെ എന്താ പറയുക, ഇൻഫെക്ഷൻ ഒന്നും പെട്ടെന്ന് വരാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവും. അത്രയും അത് നടന്നില്ല. മറ്റുള്ള സംഘടനകൾ അതിന് സ്വല്പം എതിർപ്പ് കാണിച്ചു. പിന്നെ അതിൻ്റെ പേരിലൊരു സമരവും കാര്യങ്ങളും. നമ്മൾ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കാര്യമായിട്ട് ആൾക്കാരെ പങ്കെടുപ്പിക്കുക, അവർക്ക് ജോലി ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചത്. അപ്പോഴേക്കും അത് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് സിനിമയ്ക്ക് ദോഷമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടതായിട്ട് വന്നു. ജഗദീഷ് പങ്കെടുക്കാത്തത് ഇപ്പോൾ കഴിഞ്ഞ പ്രോഗ്രാമിനും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ഒരു കാരണവും അതിനകത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ പലരും എന്നെ വിളിച്ച് KPSC എഴുതുക, അവർ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിൽ ഡബ്ബിങ്ങിന് പോയിരിക്കുകയാണ്. ഇല്ല, ഒരു കാരണവുമില്ല. അങ്ങനെ ഒരു സംഭവം. എലക്ഷനുമായിട്ട് ഒരു തർക്കം ഉണ്ടായത് ഈ പത്രവും TV ഒക്കെ തമ്മിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞങ്ങളാരും അതിനെപ്പറ്റി, ഞാനൊന്നും അതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. ഏതിനെപ്പറ്റി? അപ്പൊ അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഈ സംഘടന നന്നായിട്ട് പോയിക്കോട്ടെ. ഇവിടെ സലീം കുമാർ പറഞ്ഞു, അവര് പറഞ്ഞു നാളെ കാലത്ത് എഴുന്നേറ്റ് ഇപ്പുറത്തൊരാളിരുന്നു, അപ്പുറത്തൊരാൾ. ഇതിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകണം. ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യം നല്ല കാര്യമല്ലേ? അത് ഞങ്ങളുടെ പേരിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളത് ചോദിക്കാതിരിക്കുക, അത്രേ.